ഷോർട്ട് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സന്തുവലിസം വന്നിരുന്നു. എൻ്റെ അമ്മയും ചേച്ചിക്ക് കുറേ സാധനങ്ങൾ കൊടുത്തിരുന്നു. അത് നിങ്ങൾ കണ്ട ഞെട്ടിപ്പോ. സർപ്രൈസ്! ഒരു ഡ്രസ്സ് വയ്ക്കുന്ന പെട്ടി, പിന്നെ ഒരു നാണയപ്പെട്ടി വന്നില്ല. നാണയങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. പൈസ ഞാൻ ഈലെന്ന് ഇട്ടു വെച്ചു. ഈലം തന്നെയായിരുന്നു നാണയവും. ഇതെൻ്റെ നെയിം സ്ലിപ്പാണ്. രണ്ട് പെപ്പാപ്പയ്ക്ക് നെയിം സ്ലിപ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. I love this. സൂപ്പർ. ഇത് ബാക്കിൽ സൂപ്പർ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പരിപാടിയാണ് ചായ. ഇതിലാണ് എൻ്റെ ഫുൾ നാണയങ്ങളും പൈസയും ഉണ്ടായിരുന്നത്. പിന്നെ ഇത് നാണയപ്പെട്ടിയാണ്. ഇതിന് മറ്റേ സാധനം എവിടെയെന്നല്ലേ ഇത് വീടായിട്ട് അത് പുറത്തു പോകാതിരിക്കാൻ ഞാൻ സ്റ്റിക്കർ അടിച്ചു വെച്ചാൽ. അപ്പോൾ അതന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലുള്ള ഫുൾ നാണയങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ടു വന്നാൽ പിന്നെ ആവശ്യം വരുമ്പോൾ എടുത്ത് പൊട്ടിച്ചിട്ടേക്ക് എടുക്കാം. ബാക്കിയുള്ള ഇതന്നെ ഇട്ടുവാണ്. എന്താ വെച്ചാൽ ഇത് എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ എന്തായാലും ആവശ്യമുണ്ടാവും. ഇത് എത്ര ആവശ്യമില്ലാത്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ അടുത്ത് നമ്മുടെ ഡ്രസ്സ് പിന്നെ ഓണക്കോടിയാണ്. പക്ഷെ ഇപ്പോൾ ഓണമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഓണക്കോടി കിട്ടുന്നു. എനിക്ക് എന്താ അടുത്ത വർഷം ഇടാമല്ലോ. അടുത്ത വർഷമല്ല, സ്കൂളിൽ പോകുമ്പോഴത്തേനും ഇടാം. എനിക്ക് സാവിത്രിപേരമ്മ ഒരു ഓണക്കോടി വാങ്ങി. ഇനി ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് സാവിത്രിപേരമ്മ എനിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സ്. നല്ല കോട്ടനാണ്. നല്ല പഞ്ഞി പോലെ ഇട്ടെന്ത് തണുപ്പ്, നല്ല സുഖം ഉണ്ടാവും. ഭയങ്കര ഇഷ്ടമായി ഇത്. പിന്നെ എനിക്ക് ഇത് തന്നെയാണ് പൊന്നിച്ചിക്കുള്ളത്. ഇതിൻ്റെ റെഡും പിങ്കും, എനിക്ക് എൻ്റെ ഗ്രേയും ബ്ലാക്കും. എനിക്ക് വലിയ എൻ്റെ രാധിക വലിയമ്മയും വാങ്ങിച്ചു തന്നിരുന്നു. ഇതാണ് എൻ്റെ പാൻറ്. എൻ്റെ അച്ഛന് ഈ പാൻറ് അത്ര ഇഷ്ടമായില്ല. പക്ഷെ എങ്കിലും ഇതിൻ്റെ കുപ്പായം ഭയങ്കര ഇഷ്ടമായി. പാൻറ് കുറച്ച് കുഞ്ഞാണ്ട് ഞാൻ 3ാം ക്ലാസ്സിലേക്ക് കുഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഈ വെച്ച് ചിരിച്ച്. അപ്പം നല്ല അച്ഛനെ പറ്റിയ. അപ്പം എൻ്റെ നാരിപ്പനി എനിക്ക് വാങ്ങിച്ചു തന്നിരുന്നു. അത് ഉണക്കാൻ ഇട്ടുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഉണക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കൊടുക്കാം. ഡ്രസ്സുകളും ഇതാണ് എൻ്റെ പേഴ്സസ്. അപ്പം ഇതിൻ്റെ പേരെന്താണ്? കെല്ലോഗ്സ് എന്തോ. എനിക്ക് മനസ്സിലായി. ഈ കൂട്ടക്ഷരത്തിൽ എഴുതുന്നത്. ഇവിടെ എന്തെന്നാ? പവർ ഓഫ് 5 എനർജി, പ്രോട്ടീൻ ആൻഡ് കാൽഷ്യം വിറ്റാമിൻസ്. ഞാൻ എന്തായാലും കുറേ കഴിക്കും. നല്ല വിറ്റാമിൻ സാധനത്തിലേക്ക് കിടക്കും. എനിക്ക് എന്തൊക്കെയാണൊന്നും വെക്കുന്നില്ല. പക്ഷെ എന്തിനാ അറിയില്ല, മായ ടീക്ക് എന്തൊക്കെ വച്ചു വിട്ടിരുന്നു. അമ്മൂസായിക്കും കിടക്കാം. എന്തായാലും ഇതാണ് എനിക്കുള്ള സാധനം. അടുത്തത് ഇത് നോക്കൂ നിങ്ങൾ. കളി നോട്ട്. ഇത് യൂണിക്കോൺ പേപ്പറിൽ എഴുതി വെച്ചിരിക്കണം. നോക്കി, യൂണിക്കോൺ പേപ്പറാണ്. ഞാനിത് മാത്രമേ നല്ല കളിനോട്ട്. ഇനി അടുത്തത് കളിനോട്ടിൻ്റെ ഉള്ളത്. അടുത്തത് നോക്കാം. എൻ്റെ അമ്മയ്ക്കുണ്ട് ധ്രുവത മഞ്ജു ഫ്രം. ഞാൻ നേരത്തെ വായിക്കുമ്പോൾ ചായ എന്ന് വെച്ച് ശരിക്കും സായ എന്നാണ്. ഫ്രം സായ, ധ്രുവത മഞ്ജു. നമുക്ക് 2 കോടിയാണ് എന്തായാലും എനിക്കായി. ഇനി ഇതെന്തിനാണ്? ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തിരുന്നു. ഒരു ക്രാഫ്റ്റ് മറ്റേ ഒരു കൊമ്പ് അപ്പോൾ ഇത് മതി. ഒരു ക്രാഫ്റ്റ് ഉണ്ട്. നമ്മളൊരു വലിയ A4 ഷീറ്റ് എടുക്കാം. കുഞ്ഞായാലും വലുതായാലും അതിൻ്റെ മേലെ നമുക്ക് മറ്റേ ഓയിൽ പേസ്റ്റ് കൊണ്ട് നല്ല പല പല കളർ കൊടുത്തിട്ട് അതിൻ്റെ മേലെ പെയിൻ്റ് അടിക്കണം. മറ്റേ അത് വേറെ ഏതൊരു പെയിൻ്റാണ്, പെയിൻ്റ് മറന്നു പോയി. അത് വെച്ച് നമ്മൾ കളർ കൊടുത്തിട്ട് ചെയ്ത് അതിൻ്റെ മേലെ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് നല്ലതായി കിട്ടും.
അപ്പോൾ അത് എൻ്റെ അടുത്ത് ആ പെയിൻ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷേ എനിക്ക് കളർ കൊടുത്തില്ല, ഓയിൽ പേസ്റ്റ് ചെയ്ത അപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. കണ്ട ലവ്, പിന്നെ ഐ ലവ് യു ഞാനിപ്പോൾ എഴുതാവേ. ഇതൊരു എഴുത്തില്ലാത്ത പെൻസിലാണ്, ഇതൊരു എഴുത്തില്ലാത്ത അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഇതിന് വേണ്ടി ഞാൻ കളറുണ്ട് എന്തായാലും മതി. അപ്പോൾ അത് ഇനി വേറെ എന്താന്ന് നോക്കാം നമുക്ക്. വെറും പേപ്പർ അല്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതും ചിക്കാനായി. ഓ, sticky notes. Sticky notes. This is my sticky notes. Wow, sticky notes. അതിനൊരു പിങ്കിൻ്റെ സ്റ്റിക്കി നോട്ട് എനിക്ക് തന്നിരുന്നു. പക്ഷേ പേപ്പർ കുഴപ്പമില്ല. I love this song. അതിൻ്റെ വലിയും ഉണ്ട്, ഇനിയും ഉണ്ട്, കുറേ കഴിഞ്ഞിട്ടൊന്നും ഇല്ല. ഇതൊന്നും സാധനം, ഇതൊന്നും സാധനം. സീക്വൻസ് ആണെങ്കിൽ മനസ്സിലാവില്ല എന്തിനാന്നൊക്കെ. ഇതിൽ ആവശ്യത്തിനായിരിക്കും. അപ്പോൾ ആ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ബലൂൺ, എന്ത് ബലൂണാ? കുറേ ഗ്ലിറ്ററുള്ള ബലൂൺ. ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, അതിൽ ഗ്ലിറ്ററാവും. ഇത് സ്വർണത്തിന്റെ സീക്വൻസ് ആണ് തോന്നുന്നത് അല്ലേ? ഗ്ലിറ്ററിന്റെ സീക്വൻസ് ആണിത്. സിൽക്കിന്റെ സീക്വൻസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് വീർപ്പിക്കാണല്ലേ നമ്മൾ കാണിച്ചു തന്നിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ വീണതായിരിക്കും ഈ സീക്വൻസ്. അല്ലാതെ വെറുതെ ഞാൻ സീക്വൻസ് ഒന്നും തരൂലല്ലോ. എന്തായാലും നല്ല ഇഷ്ടമായി. അപ്പൊ ഇനി അടുത്ത നോക്കാം അല്ലേ. ഇതെന്തോ ഒരു സ്റ്റിക്കറാണ്. ഇതിന്റെ ബാക്കിലത്തെ സാധനം കളഞ്ഞാൽ നമുക്ക് സ്റ്റിക്കർ യൂസ് ചെയ്യാം. അടുത്തത് ഇതാണ്. അടുത്തത് രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ബാർബിന്റെ പിന്നെന്താ എനിക്ക് എന്തെങ്കിലും ടാറ്റു എൻ്റെ കയ്യിലൊടിക്കേണ്ട ടാറ്റു. രാമേന്റെ ഇത് നമ്മൾ ഈ കയ്യിൽ തുള്ളി വെള്ളമാക്കണം. അതൊരു സാധനത്തിന് ഒരു മിഠായിൻ്റെ കൂടെ കിടങ്ങിയാണ്. ഇത് എനിക്കില്ല. ഇത് വെള്ളമാക്കി നമ്മളിങ്ങനെ ഒലിക്കണം. അപ്പോഴത്തേക്ക് ഈ സാധനം തെളിഞ്ഞു വരും. ഇതിൽ അത് ആമയാണ്. പിന്നെ അത് കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ അത് ഇതുപോലെ തന്നെയാവും. ഇതൊന്നും എനിക്കറിയില്ല. ഭക്ഷണമാണ് എനിക്കറിയില്ല. ചോദിക്കണം എന്തിനാത് പറഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ അതിലെന്താ ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വെക്കാനേ അബോസ് നന്നായി. ഇതെന്താ കുറച്ച് യൂണിക്കോണിയാണ് യൂണിക്കോൺ പേപ്പറിൽ എന്താണെന്ന് നോക്കാം. കളേഴ്സ്, ഫാബ്രിക് കളേഴ്സ്. എനിക്ക് ഭയങ്കര എനിക്ക് അത്യാവശ്യമാണ് ഇതൊക്കെ കളർ ചെയ്യാൻ. ഇനി അടുത്തത് വേറെ ഏതോ പേര്. ഇത് ബലൂണാണ്, ഇങ്ങനത്തെ സിൽവർ ബലൂൺ. മതി.
ബലൂണൊന്നും എനിക്ക് അങ്ങനെ വീർപ്പിക്കാൻ മതി. ഇത് ആദ്യം വീർപ്പിച്ചു. അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും വേറെ എന്തെങ്കിലും നോക്കും. ഇതെന്തെങ്കിലും ഒരു ബ്രഷ് മാത്രം. അത് വായ ഫുള്ള് ചോക്ലേറ്റ് ആയി പോയി. അതങ്ങനത്തെ ഇത് അമ്മയ്ക്കാണോ എനിക്കാണോ എന്നറിയില്ല. ഏതോ ആക്കാന്ന്. ഇത് ഇവിടെ അമ്മയ്ക്ക് എനിക്ക് വേണ്ടതുകൊണ്ട് ആക്കാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അടുത്ത് നോക്കാം. ഇത് വീർപ്പിക്കാൻ പറ്റും നോക്കട്ടെ. ഇത് അവനത് സാധാരണയാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വീർപ്പിക്കണം. എന്തായാലും വീർപ്പിക്കണം. ഇതെന്തെന്നോ ഉണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവും. ചിലപ്പോ ഈ മനസ്സിലാകാത്തതൊക്കെ അമ്മൂസായിരിക്കും. വാട്ടർ ബലൂൺ. ഇതിൽ വാട്ടർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാട്ടർ നിറച്ചിട്ട് പൊട്ടിക്കും. ഞാൻ വിചാരിച്ചോ കുഞ്ഞു സാധനം ബലൂൺ പൊട്ടിയതായിരുന്നു. വാട്ടർ ബലൂൺ ഇതാ വേറെ ഇതുണ്ടോ കല്ല് തിന്നുകയാണോ? കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്ല് എനിക്ക് തിന്നുന്ന കിട്ടിയിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്തായാലും വേറെ എന്തായാലും നോക്കാം. വേറെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. സീക്വൻസ് രണ്ട് സ്വർണത്തിന്റെ സീക്വൻസ് അതാണ് ഉള്ളിലുള്ളത്. അപ്പൊ ഇതെന്തായാലും കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇതും കുറേ ഇഷ്ടമായി. ഇത് പറയാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ എണ്ണം. ഇത് പിന്നെ ഏതാത് ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഇതും അങ്ങനെ ഇഷ്ടമായില്ല. ഇത് സീക്വൻസ് ഇത് പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇത് തന്നത്. പിന്നെ എനിക്ക് ഇതാ പറയാം. ഇപ്പൊ പറയണ്ട ആവശ്യമില്ല. അത് ഏറ്റവും ഇഷ്ടമാണ്. അതായത് എനിക്ക് എന്റെ ഏറ്റവും മുകളിൽ ഇഷ്ടമുള്ള എനിക്ക് ഇതാണ്. പിന്നെ ഈ രണ്ടെണ്ണം ഏറ്റവും മുകളിലുള്ളത് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. കൂടി മുകളിൽ ഇതാണ്. എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് നല്ല സുഖം. ഇതും അതന്നെ സീക്വൻസുകളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്റെ കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇനി എൻ്റെ ഇത്രയും സാധനങ്ങൾ തന്ന എൻ്റെ അമ്മ ചേച്ചിക്കും മാരമ്മക്കും അമ്മൂസിനും വെരി വെരി താങ്ക്സ്. അപ്പം ബൈ ബൈ.